ഇന്ന് കുറച്ച് ചേമ്പന്താൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ടൊന്ന് കഴുകി എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഇലയും അതിൻ്റെ തണ്ടും സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കേട്ടോ. മുറത്തിലേക്ക് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് കഴുകിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പുറത്തുണ്ടായിരുന്ന നമ്മുടെ റഫീഖാത്ത കൊണ്ട് തന്നാണ് കേട്ടോ തോരൻ വെക്കുന്നത് പറഞ്ഞിട്ട്. ചൊറിയൻ ചേമ്പ്, ചീരച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ചേമ്പുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെ സാരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ മുത്തശ്ശി ആ ടീച്ചറമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേമ്പന്താൾ തോരനും കറിയൊക്കെ വെക്കുന്നതിനെ പറ്റിയിട്ട്. അത് മാത്രമല്ല കേട്ടോ, പണ്ട് നാട്ടിലെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. അത്തച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ശേഷം അങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു കാണിക്കുന്ന സംഭവം ആരും വീട്ടിൽ അനുകരിക്കേണ്ട കേട്ടോ. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ നല്ല മാങ്ങ ഇട്ട് മീൻകറിയും വെക്കും. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവായി ഇട്ട് മുളകും നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പരട്ടിയതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിള വരാറാകുമ്പോൾ കുറച്ച് ഉപ്പിടുക. ഒന്ന് തിളച്ച് വരട്ടേന്ന് വിചാരിച്ച് അവിടെ അടച്ച് വെച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ വന്നൊന്ന് ചുമ്മാ കുത്തിപ്പറിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നല്ല കഴിച്ചിരിക്കുന്ന മത്തിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കോരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തോരനൊക്കെയുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു, അതിലേക്ക് കുറച്ച് നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത്രയാകുമ്പോഴത്തേക്കും സൂപ്പറാകും. പിന്നെ അതേ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒന്ന് കടുക് താളിച്ചു. ആ തേങ്ങ ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എന്തിലയാണെങ്കിലും തോരനാണെങ്കിലും അങ്ങോട്ടേക്ക് ഇട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മീൻ പൊരിക്കാനുണ്ട്, പിന്നെ കുറച്ച് പാത്രം കഴുകാനും ഉണ്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ഞാൻ പോകട്ടെ.